നമസ്കാരം. അനിൽ പെരുന്ന ഡ്രീം സോൺ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഡ്രീം ഫുൾഫില്ലിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ പറയുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നമ്മൾ ആദ്യമായി നമ്മുടെ ഡ്രീം, ലക്ഷ്യം അഥവാ ആഗ്രഹം അഥവാ സ്വപ്നം എന്താണെന്ന് വ്യക്തമായി ഡിസൈഡ് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക. അത് ഒരു ഭംഗിയുള്ള നോട്ട്ബുക്കിൽ കൃത്യമായി നല്ല രീതിയിൽ എഴുതി വെക്കുക, ലളിതമായി എഴുതുക. നിത്യവും അതെടുത്ത് നോക്കേണ്ടതാണ്, അതെടുത്ത് വായിക്കേണ്ടതാണ്. നമ്മളുടെ ഡ്രീം, നമ്മുടെ സ്വപ്നം നമ്മുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞ് വരുന്നതിന് അത് ആവർത്തിച്ച് വായിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം നമ്മൾ പിന്നീട് ചെയ്യുന്നത് വിഷ്വലൈസേഷൻ എന്ന കാര്യമാണ്. ആ വിഷ്വലൈസേഷൻ ചെയ്യുന്നതിന് മുൻപുള്ള ക്രമമാണ് തൊട്ടു മുൻപുള്ള വീഡിയോയിൽ പ്രധാനമായിട്ട് പറഞ്ഞത്. നമ്മൾ പ്രഭാത കർമ്മങ്ങൾക്ക് ശേഷം റിലീജിയസ് ആയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്ന ശീലമുള്ളവർ അതൊക്കെ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരിടത്ത് സ്റ്റഡിയായി ഇരിക്കുക. ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ എഴുതുന്ന നോട്ട്ബുക്ക് കൈവശം ഉണ്ടായിരിക്കണം. നമ്മൾ ഒരു പ്രാവശ്യം നമ്മുടെ ഡ്രീം എടുത്ത് കൃത്യമായിട്ട് ഒരല്പനേരം ആവർത്തിച്ച് വായിക്കുക. അതിനുശേഷം ശ്വസന നിയന്ത്രണ പ്രാണായാമം, ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ഒരു നിമിഷം അത് ഉള്ളിൽ തങ്ങി നിർത്തുക, പിന്നീട് അതേ അളവിൽ ദീർഘനിശ്വാസം പുറത്തേക്ക് വിടുക. ഇത് 15 പ്രാവശ്യം ആവർത്തിക്കേണ്ടതാണ്. 15 പ്രാവശ്യം ഇത് ചെയ്തതിന് ശേഷം ഒരല്പനേരം റിലാക്സിങ് മൂഡിൽ, ഒരു ശാന്തമായ അവസ്ഥയിൽ ഇരിക്കുന്നത് തുടരണം. പിന്നീട് വേണം വിഷ്വലൈസേഷൻ. നമ്മൾ എന്താണോ ഭാവന ചെയ്യുന്നത് അത് മനസ്സിൽ കാണാനായിട്ട് തുടങ്ങാൻ. അത് വളരെ പ്രധാനമാണ്. തുടക്കത്തിൽ പല ചിന്തകളും നമ്മളുടെ മനസ്സിലേക്ക് ഇരച്ചു കയറിയെന്ന് വരും. നമ്മൾ നമ്മളുടെ ഡ്രീം അഥവാ സ്വപ്നം മനസ്സിൽ കാണാൻ ശ്രമിക്കുമ്പോൾ അതിനെ മായ്ച്ചുകൊണ്ട്, അതിനെ മറച്ചുകൊണ്ട് പല വ്യാകുല ചിന്തകളും നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയെന്നിരിക്കും. ബലം പ്രയോഗിച്ച് അതിനെ തടയാൻ ശ്രമിക്കേണ്ട. എന്നാൽ ഓരോ ദിവസവും ഈ വിഷ്വലൈസേഷൻ ചെയ്യുന്നതിലൂടെ നമ്മളുടെ മനസ്സ് കൂടുതൽ കൂടുതൽ ശാന്തമായിട്ട് വരികയാണ്. നമ്മളുടെ മനസ്സിലേക്ക് ക്രമമില്ലാതെ കടന്നു വരുന്ന ചിന്തകളുടെ അളവ് ഓരോ ദിവസം ചെല്ലുന്തോറും കുറഞ്ഞു വരും. ഡ്രീം ഫുൾഫില്ലിങ്ങിന് വേണ്ടിയുള്ള ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് 1-2 ദിവസം കൊണ്ടോ ആഴ്ച കൊണ്ടോ പൂർത്തിയാകുന്നതല്ല. ആഴ്ചകളും മാസങ്ങളും എടുത്താണ് ഇതിൻ്റെ പൂർണ്ണത എത്തിച്ചേരേണ്ടത്. എല്ലാവരും ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇതിൻ്റെ ഫലം പരിപൂർണമായ അളവിൽ വന്നുകൊള്ളും എന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. മനസ്സിൻ്റെ ഏകാഗ്രതാഭാവം ഓരോ വ്യക്തിക്കും ഓരോ അളവിലാണ്. ഓരോരുത്തരുടെയും മാനസികാവസ്ഥകൾക്കനുസരിച്ച്, ഓരോരുത്തരുടെയും ചിന്താശീലങ്ങൾക്കനുസരിച്ച്, പൊതുവായി ഓരോ വ്യക്തിയുടെയും പേഴ്സണാലിറ്റികൾക്ക് അനുസരിച്ച് അവരുടെ ഏകാഗ്രതയുടെ തീവ്രത കൂടിയും കുറഞ്ഞും ഇരിക്കും. വളരെ പെട്ടെന്ന് ഏകാഗ്രത കൈവരിക്കാൻ കഴിവുള്ള ചില വ്യക്തികളുണ്ട്. അവർക്ക് ഈ പരിശീലന പദ്ധതിയിലൂടെ വളരെ വേഗം മുമ്പോട്ട് പോകുന്നതിനും വളരെ എളുപ്പം ലക്ഷ്യം കൈവരിക്കുന്നതിനും സാധിക്കും. ചിലരുടെ മനസ്സിൽ ഡിസ്റ്റർബിംഗ് തോട്ട്സ്, അസ്വസ്ഥപ്പെടുത്തുന്ന ചിന്തകൾ കൂടുതലുള്ള മനോഭാവക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് നല്ലതുപോലെ പരിശ്രമിച്ച് ഈ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടതായിട്ട് വരും.
വിഷ്വലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിൽ ഉറയ്ക്കുന്നതിന് തന്നെ കുറച്ചധികം സമയം വേണ്ടി വരുന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. എങ്കിലും നമ്മളുടെ വിഷ്വലൈസേഷനെ ശിഥിലപ്പെടുത്തുന്ന ചിന്തകളെ ക്രമമായി ഓരോ ദിവസവും കുറച്ചു കുറച്ച് കൊണ്ടുവന്ന് വിഷ്വലൈസേഷൻ പരിപൂർണതയിലെത്തിക്കാനായിട്ട് ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ ഉറപ്പായിട്ടും നമുക്ക് സാധിക്കുന്നതാണ്. ആ വിഷ്വലൈസേഷൻ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ ഡ്രീം എന്താണോ അത് കൃത്യമായി ഭാവന ചെയ്യാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ അത് വിഷ്വലൈസേഷൻ്റെ പൂർണ്ണതയായി. തുടർന്ന് അതിലും വളരെ പ്രധാനപ്പെട്ട അഫർമേഷൻ എന്ന പ്രക്രിയ തുടർന്നുള്ള വീഡിയോകളിൽ വിശദമായി പറയുന്നതാണ്. നന്ദി, നമസ്കാരം.